ആദ്യമായിട്ട് വളരെ വലിയ രീതിയിൽ സൂര്യകാന്തി പൂക്കൾ കൃഷി ചെയ്ത് അത് നമ്മുടെ കേരളീയരുടെ മുമ്പിലേക്ക് എത്തിക്കുകയും വീട്ടിൽ സൂര്യകാന്തി കൃഷി ചെയ്യാമെന്ന വലിയൊരു പാഠം നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് സജിത്തേട്ടൻ. സജിത്തേട്ടന്റെ ഇവിടെ ഇപ്പം നമ്മുടെ സൂര്യകാന്തിയുടെ ചെടികൾ കാണുന്നുണ്ട്. അപ്പോൾ സജിത്തേട്ടനോട് നമുക്ക് ചോദിക്കാം, എന്തൊക്കെയാണ് ഒരു സൂര്യകാന്തിയുടെ കൃഷി രീതി? വിത്തിട്ട് മുളപ്പിക്കുന്നത് മുതൽ എല്ലാ കാര്യങ്ങളും. ഇപ്പൊ നമുക്ക് പൊതുവെ പെറ്റ്സിന്റെ ഒക്കെ ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ വിത്ത് കിട്ടും. അതാണോ ഉപയോഗിക്കേണ്ടത്? അല്ല, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ആളുകൾക്ക് അറിയേണ്ടതായിട്ടുള്ള. അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? പ്രധാനമായിട്ടും നമ്മൾ സൂര്യകാന്തിയുടെ സീഡ് ശ്രദ്ധിച്ച് വാങ്ങുക എന്നുള്ളത്. പരമാവധി ഈ ഫ്ലവർ ഇപ്പം ചെറുതാണ് എങ്കിൽ പോലും നല്ല ഗുണമേന്മയുള്ള ഹൈബ്രിഡ് സീഡ് വാങ്ങിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ മേടിച്ച സീഡിൻ്റെ ഒരു പേര് ഞാൻ വിട്ടുപോയി. എങ്കിൽ പോലും ഞാൻ 800 രൂപയ്ക്കാണ് അതിൻ്റെ സീഡ് ഞാൻ വാങ്ങിച്ചത്. ഏകദേശം എത്ര ഉണ്ടാവും 800 രൂപയ്ക്ക് വാങ്ങിയാൽ? 800 രൂപയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ 1 കിലോ ഉണ്ട്. 1 കിലോ വിത്ത് 800 രൂപയ്ക്കാണ് മേടിച്ചത്. ഇപ്പം നമുക്ക് തമിഴ്നാട്ടിലൊക്കെ വിത വിത്ത് കിട്ടും. വിത വിത്തിന് നമുക്കൊരു 100 രൂപയ്ക്ക് താഴെ കിട്ടത്തുള്ളൂ. നമ്മൾ അന്നേരം അത്